നമസ്തേ. ശ്രേഷ്ഠയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തിരുനക്കര മഹാദേവ ക്ഷേത്രം 108 ശിവാലയങ്ങളിലൊന്നാണ്. സ്വയംഭൂ വിഗ്രഹമാണിത്. എന്നാലും പരശുരാമനാണ് ഇവിടുത്തെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് എന്നും പറയപ്പെടുന്നു. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രവും തിരുനക്കര മഹാദേവ ക്ഷേത്രവും തമ്മിൽ കുറേ സാമ്യതകളുണ്ട്. അവിടെയും ഇവിടെയും ഒരേ പ്രതിഷ്ഠയാണെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റും ഉള്ള ഒരു മൈതാനം, അതേപോലെ തന്നെ ഇവിടെ തിരുനക്കര ക്ഷേത്രത്തിനും ഒരു മൈതാനമുണ്ട്. ഭാവുകമു ഗൽഗി ഭാവുകമു ഗൽഗി ഈ ഭാവുകമു ഗൽഗി ഈ ഭാവുകമു ഗൽഗി വർധില്ലു ഭാവുകമു ഗൽഗി വർധില്ലു കോരി സുന്ദരേശ गिरीश भावुगमु गल्गी वर्दिल्लु कोरि सुंदरेश गिरीश रे रे गम परि गम पद ग पम ग मरि गरि सनि रि सनि नि धनि सरि सनि रि सनि सा प प म ग म रि ग रि स स स स प प प प म द द द ध नि स नि स ध नि द प म द ध नि स रि रि ग म रि ग रि स नि स ध प म ध नि स रि स स स प प म ग म रि ग रि स इ वसुधारि वट्टि दैवमुने निन्दो കോട്ടയത്ത് നഗരമധ്യത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയവും സമീപ പ്രദേശങ്ങളും ഭരിച്ചിരുന്ന തെക്കുംകൂർ മഹാരാജാക്കന്മാരുടെ കുടുംബദൈവമാണ് തിരുനക്കര തേവർ എന്നാണ് പറയപ്പെടുന്നത്. വളരെ വലിയൊരു ക്ഷേത്രമാണിത്. ഇവിടെ ധാരാളം ഉപപ്രതിഷ്ഠകളുണ്ട്. ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ദുർഗ, വടക്കനാഥൻ, ബ്രഹ്മരക്ഷസ, നാഗദൈവങ്ങൾ ഇവയെല്ലാം ഇവിടുത്തെ ഉപപ്രതിഷ്ഠകളാണ്. ഉത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. അതിൽ തന്നെ മീനമാസത്തിൽ നടക്കുന്ന ഉത്സവമാണ് ഏറ്റവും വലിയ ഉത്സവം. ഇത് കോട്ടയത്തിൻ്റെ ദേശീയ ഉത്സവമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. പ്രധാനപ്പെട്ട 3 ഉത്സവങ്ങളെ കൂടാതെ ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയും ഇവിടെ ആഘോഷിക്കാറുണ്ട്.
തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രവും ഈ ക്ഷേത്രവും തമ്മിൽ ഒരുപാട് സാമ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റും ഒരു മൈതാനമുണ്ട്. അതുപോലെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ തിരുനക്കര മൈതാനമുണ്ട്. അതുപോലെ തന്നെ പാർവതി സമേതനായ പരമേശ്വരനാണ് പ്രധാന പ്രതിഷ്ഠയും. ഇതുപോലുള്ള ധാരാളം പുരാതന ക്ഷേത്രങ്ങളിൽ ശ്രേഷ്ഠ എപ്പിസോഡിലൂടെ നമ്മൾ സഞ്ചരിച്ചു അല്ലേ. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് യാത്ര തുടരാം. മറ്റൊരു ശ്രേഷ്ഠ അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്കാരം.